ഹായ് ഹലോ. ഇന്ന് രാവിലെ തന്നെ നമുക്ക് പരിപാടി ഒന്ന് തുടങ്ങിയാലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലായിടത്തും നല്ല മഴ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. മഴയില്ലോ മഴയില്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മഴ നിന്ന് പെയ്തപ്പോ തന്നെ എല്ലാവർക്കും മതിയായിട്ടുണ്ട്. അത്രയും നമ്മൾ അനുഭവിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെ. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, നല്ല പേടിയുണ്ട്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാതെ ഉള്ളവരും എല്ലാവരും ഓരോ സ്ഥലത്തും അകപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട്. മഴ കാരണം എന്തായാലും കുട്ടികൾക്കൊക്കെ സ്കൂൾ അവധിയാണല്ലോ, 2 ദിവസമായി ഇപ്പൊ സ്കൂൾ ഉണ്ടായിട്ട്. പക്ഷെ പണ്ടൊക്കെ ഇതിലും അതിശക്തമായ മഴ കർക്കിടക മാസത്തിലൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇങ്ങനത്തെ നാശനഷ്ടങ്ങളോ ഇങ്ങനത്തെ ദുരിതങ്ങളോ ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ സ്കൂളിൽ ലീവ് കിട്ടുക പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ എന്റെ പുത്രനും എന്റെ അതേ കാറ്റഗറിയിലായിരുന്നു. പക്ഷെ ഇക്കൊല്ലം അവര് ഒന്നുകൂടെ മെച്ചോർഡായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ ടിവിയും എന്താ പറയാ ഫോണിന്റെ ഒക്കെ ഒരു ഇത് കൂടി വന്നല്ലോ. അപ്പൊ കുട്ടികളായാലും ഫോൺ എടുത്ത് നോക്കുമ്പോഴൊക്കെ ഈ ദുരിതത്തിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്കൂളിന് അവധി കൊടുക്കുന്നത് എന്നുള്ളതിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയിൽ ഞാനിതാ ചപ്പാത്തി അല്ല നമ്മുടെ കട്ടിപ്പത്തിരി ഒക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനും മക്കളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല, ആകെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ചായ പരിപാടി വേഗം കഴിയും. അപ്പൊ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അപ്പൊ പാൽപ്പൊടിയുടെ ഡപ്പ് എടുക്കുന്ന സൗണ്ട് കേട്ട എന്റെ പുത്രന്മാർ എവിടെന്നാന്നറിയില്ല പറന്ന് വരും കേട്ടോ, വരും രണ്ടും. ഇത് കണ്ടില്ലേ എത്ര പെട്ടെന്ന് എത്തി. പക്ഷെ ഞാൻ കൊടുക്കില്ല കേട്ടോ, കാരണം ചായയും കുടിക്കും പിന്നെ അതിന്റെ പുറമേയും പാൽപ്പൊടി കഴിക്കണം. അത്ര നല്ല സാധനമല്ല. അപ്പൊ അത് കിട്ടാത്തതിന്റെ വിഷമത്തിലാണ് അവർ. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളെ രണ്ടെണ്ണം തലയാണ് ആ വീഡിയോയിൽ കാണണേന്ന് പറയുമ്പോഴാണ് അവരത് ശ്രദ്ധിക്കുന്നത് കേട്ടോ, വീഡിയോ അവിടെ ഓടാണെന്നുള്ള കാര്യം. പിന്നെ അവന്റെ കുറച്ച് എന്താ പറയാ ചേഷ്ടകളൊക്കെ അവിടെ കയ്യിലെടുത്തിട്ടിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. മുടി തലയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്, എന്തിനാണ് എന്തോ. അങ്ങനെ ഞങ്ങളുടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ മീൻകറിയൊക്കെ എടുത്ത് മീൻകറി എടുത്ത് അവിടെ പോയി വലിയ കൊള്ളിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ കയ്യിലെടുക്കാൻ മറന്നു. കയ്യിലേറെ കോരി പിന്നെ ഒരു ഭാഗത്ത് ഇരുന്നാ പിന്നെ അവിടുന്ന് പെട്ടെന്ന് എണ്ണീറ്റ് പോകാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പിന്നെ പുത്രനെ വിട്ടിട്ട് കോരി എടുപ്പിച്ചു. അങ്ങനെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പൊ എല്ലാവരും ചായ കുടിച്ചിട്ട് നല്ല കുട്ടികളായി സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പൊ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പൊ കുട്ടികളൊക്കെ പഠിക്കാം. ആര് പഠിക്കുന്നു? എന്റെ 2 പുത്രന്മാരെ ഉണ്ടല്ലോ നടക്കില്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാട്ടോ. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ.